എന്ത് ഫോട്ടോ ആണ് മോളെ എന്ന് ചോദിച്ചുകൊണ്ട് ശേഖരൻ ഫോൺ തുറന്നു നോക്കി. ഇത് ആർക്കാണ് മോളെ, നിനക്കാണോ? അല്ല അച്ഛാ, എൻ്റെ കാലിലെ വെള്ളിക്കൊലുസില്ലേ, അച്ഛൻ പിറന്നാളിന് മേടിച്ചു തന്ന. അത് കിച്ചുവിന് നന്നായിട്ട് ഇഷ്ടമായി. ഇതുപോലത്തെ ഒന്ന് കിച്ചുവിന് വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അവളുടെ പിറന്നാളല്ലേ അച്ഛാ, അടുത്ത ആഴ്ച. അച്ഛൻ ഈ മോഡൽ തന്നെ ടൗണിൽ കിട്ടുമോ എന്ന് നോക്കുമോ? ഇന്ന് ഇപ്പോൾ ശനി ആയില്ലേ, ബുധനാഴ്ച അല്ലേ കിച്ചുവിൻ്റെ പിറന്നാൾ. ഇന്ന് കൊടുത്താൽ ചൊവ്വ എങ്കിലും കിട്ടുമായിരിക്കും. അച്ഛന് ഇന്ന് പിടിപ്പതും തിരക്കാണല്ലോ മോളെ. പറമ്പിൽ പണിക്കാർ ഇന്ന് പണിക്ക് ഇറങ്ങും. കൂടെ ഞാനില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഇനി എന്തു ചെയ്യും? കിച്ചുവിനെയും കൂട്ടി പോകാൻ പറ്റില്ലേ മോളെ? അയ്യോ, അത് പറ്റില്ല. അവൾക്ക് സർപ്രൈസ് കൊടുക്കാനുള്ളതായിരുന്നു. ഇനി എന്തു ചെയ്യും? ശങ്കരൻ ചിന്തയിലായി. അല്ലെങ്കിൽ മോൾ തറവാട്ടിൽ ചെല്ലൂ. അവിടെ യദുക്കുട്ടനോ അരിയോ പുറത്തു പോകുന്നുണ്ടാവും. ഞാൻ യദുക്കുട്ടനെ ഒന്ന് വിളിക്കട്ടെ. ശങ്കരൻ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു. കിട്ടുന്നില്ലല്ലോ മോളെ. അച്ഛൻ്റെ കുഞ്ഞ് അവിടം വരെ ഒന്ന് പോയി നോക്കൂ. ആരെങ്കിലും ടൗണിൽ പോകുന്നുണ്ടാവും. അവർ ഓർഡർ കൊടുക്കട്ടെ. അച്ഛൻ കാശ് കൊടുത്തോണ്ട്. വേണ്ട അച്ഛാ, കാശ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എൻ്റെ പണപ്പെട്ടി പൊട്ടിച്ചു. കൊലുസു വാങ്ങാൻ വേണ്ടി ഞാൻ സൂക്ഷിച്ചു വച്ചതായിരുന്നു. ഞാൻ തറവാട്ടിൽ പോയി നോക്കട്ടെ. അമ്മു അച്ഛനോട് പറഞ്ഞ് തറവാട് തൊടിയിലേക്ക് കയറി. യദു മുറ്റത്ത് മാവിനെ വളച്ചു കെട്ടിയ പടിയിൽ നിവർന്നു കിടക്കുകയാണ്. ആളുടെ മനസ്സ് ഇവിടെ ഒന്നുമല്ല. അമ്മുവിനെ കുറിച്ചാണ് ഈയിടെ കൂടുതൽ ചിന്ത. എങ്ങനെ പെണ്ണിൻ്റെ മനസ്സറിയും? ഈശ്വരാ! യദു മുകളിലേക്ക് നോക്കി ആത്മഗതിച്ചു. യദുവേട്ടാ! പെട്ടെന്നാണ് അമ്മുവിൻ്റെ കിളികൊഞ്ചൽ കേട്ടത്. യദുവിന് ശരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. അവൻ തനിക്ക് തോന്നിയതാവും എന്ന് കരുതി അവിടെ തന്നെ കിടന്നു. അമ്മ അല്പം കൂടി അവൻ്റെ അടുത്തേക്ക് നിന്ന് അവൻ്റെ കയ്യിൽ മെല്ലെ തൊട്ട് വീണ്ടും മടിച്ചു വിളിച്ചു. യദുവേട്ടാ! ഇപ്പോൾ യദു ശരിക്കും ഞെട്ടി ചാടി എഴുന്നേറ്റ് പടിയിലിരുന്നു. ഇത് കണ്ട് അമ്മ പേടിച്ച് അല്പം ബാക്കിലേക്ക് നീങ്ങി. പേടിയോടെ യദുവിനെ ഉറ്റുനോക്കി. തൻ്റെ പെണ്ണിനെ ഇത്രയും അടുത്ത് കണ്ട യദുവിന് അത്ഭുതത്തോടൊപ്പം സംശയവും നിറഞ്ഞു നിന്നു. എങ്കിലും യദു തൻ്റെ മുഖഭാവം അമ്മുവിനെ മനസ്സിലാക്കാത്ത തരത്തിൽ ഗൗരവത്തിൽ കാര്യം അന്വേഷിച്ചു. എന്താ അമ്മു, എന്തിനാ വിളിച്ചേ? അത് പിന്നെ യദുവേട്ട. എന്തിയേ അമ്മു, കാര്യം പറയൂ. അത് പിന്നെ യദുവേട്ട, ഞാനൊരു പിക്ക് ഫോണിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. യദു കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി. അയ്യോ, ശങ്കരമാമ വിളിച്ചിരുന്നല്ലോ. ഫോൺ സൈലൻറ്റിലായിരിക്കണമല്ലോ. യദു ആത്മകഥം പറഞ്ഞ് ഫോൺ ഓപ്പൺ ചെയ്തു. വാട്സപ്പിൽ അമ്മുവിൻ്റെ ഒരു മെസ്സേജ് വന്നു കിടക്കുന്നു. അവൻ അത് ഓപ്പൺ ചെയ്ത് നോക്കി. അമ്മു, ഇത് എന്ത് പിക്കാണ്? ഫോട്ടോ സൂം ചെയ്ത് നോക്കിയിട്ട് അമ്മുവിനെ സംശയത്തോടെ നോക്കി. യദുവേട്ട, ഇത് ഈ മോഡൽ കൊലുസിൻ്റെ പിക്കാണ്. അവൾ തൻ്റെ ധാവണി അല്പം പൊക്കി തൻ്റെ കൊലുസ് കാണിച്ചു കൊടുത്തു. എന്നാൽ നമ്മുടെ യദു സർവവും മറന്ന് തൻ്റെ പെണ്ണിൻ്റെ വെളുത്ത കൊലുന്നനെയുള്ള കാലിൻ്റെ ഭംഗി നോക്കുന്ന തിരക്കിലായിരുന്നു. അനക്കമൊന്നും കാണാഞ്ഞപ്പോൾ അമ്മു അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നുകൂടി നീട്ടി വിളിച്ചു. യദുവേട്ടാ! ഓ ആ, പറയമ്മു. പെട്ടെന്ന് യദു തൻ്റെ ഭാവം മാറ്റി അമ്മുവിനോട് കാര്യം തിരക്കി. യദുവേട്ടൻ ടൗണിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോയുടെ മോഡൽ കൊലുസിന് ഓർഡർ കൊടുക്കുമോ? കാശ് ഇതാ. തൻ്റെ കയ്യിൽ കരുതിയ കാശ് അവന് നേരെ നീട്ടി. യദുവിൻ്റെ തലയിൽ ഒരു ബൾബ് കത്തി. അതെ അമ്മു, നിൻ്റെ കാലിലെ സെയിം പാദസരമാണോ വേണ്ടത്? എങ്കിൽ നീ വന്നാൽ പോരെ. എന്തിനാ ഈ ഫോട്ടോയുടെ ആവശ്യം? പിന്നെ ഈ ഫോട്ടോ കണ്ട് അതുപോലെ ചെയ്താൽ ചിലപ്പോൾ നിൻ്റെ കൊലുസിൻ്റെ സെയിം ആവണമെന്നില്ല. യദു തൻ്റെ ഐഡിയ പ്രയോഗിച്ചു. അത് ഇപ്പോൾ അമ്മു അല്പം ശങ്കിച്ചു നിന്നു. പിന്നെ പറഞ്ഞു, അതിന് യദുവേട്ടൻ എന്നെ കൂടെ കൊണ്ടുപോകുമോ? എന്തേ കൊണ്ടുപോയാൽ? നീ ഇവിടെ നില്ല്, ഞാനൊന്ന് റെഡിയായിട്ട് വരാം. യദു ഒട്ടും സമയം കളഞ്ഞില്ല. ഇനി പെണ്ണ് വല്ല മുടക്കവും പറഞ്ഞാലോ? അവൻ വേഗം പൂമുഖത്തേക്ക് നടന്നു. അപ്പോഴാണ് ബാക്കിൽ നിന്നും അമ്മുവിൻ്റെ വിളി. യദുവേട്ടാ! ഈ പെണ്ണ് എല്ലാ ഐഡിയയും നശിപ്പിക്കും. എന്താ അമ്മു? യദുവേട്ടാ, മുത്തശ്ശിക്കും മറ്റും ഇഷ്ടാവോ എന്നെ തനിച്ച് കൊണ്ടുപോകുന്നത്? അമ്മു, നിനക്ക് കൊലുസ് വാങ്ങാൻ ഞാൻ തറവാട്ടിലെ എല്ലാവരെയും കൊണ്ടുപോകണോ? യദു അല്പം ശുണ്ഠിയോടെ ചോദിച്ചു. അവൻ്റെ സംസാരത്തിലെ ശൈലി മനസ്സിലായതും എന്തോ നമ്മുടെ അമ്മു ചുണ്ടും കൂർപ്പിച്ചു തിരിഞ്ഞു നിന്നു. ഇത് കണ്ടതും യദുവിന് തൻ്റെ പെണ്ണിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കാനാണ് തോന്നിയത്. പക്ഷേ കൺട്രോൾ ചെയ്ത് അവൻ വീട്ടിലേക്ക് കയറി. 2 മിനിറ്റിനുള്ളിൽ ആൾ റെഡിയായി പുറത്തേക്ക് വന്നു. കറുത്ത ഷർട്ടും കറുത്ത കരയുള്ള മുണ്ടും ഉടുത്ത് ഇറങ്ങി വരുന്ന യദുവിനെ ഒരു നിമിഷം അമ്മു നോക്കി നിന്നു. പിന്നെ പെട്ടെന്ന് മുഖം തിരിച്ചു. അമ്മു! അവൻ്റെ വിളി കേട്ട് അമ്മു അവൻ്റെ മുഖത്തേക്ക് നോക്കി. യദു ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്താ, പോയാലോ? യദുവേട്ട, ഞാൻ മുത്തശ്ശിയോടൊന്ന് പറയട്ടെ. അതും പറഞ്ഞ് അമ്മു അകത്തേക്ക് കയറി. നടുമുറ്റത്തിരുന്ന് വിളക്ക് തുടച്ച് മിനുക്കുകയായിരുന്ന മുത്തശ്ശിയുടെ കവിളിൽ അവൾ ഒരു ഉമ്മ വെച്ചു.
മുത്തശ്ശിയുടെ അമ്മുട്ടി പോയിട്ട് വാ. അവർ അത്ഭുതത്തോടെ മുത്തശ്ശിയെ നോക്കി. നോക്കൊന്നും വേണ്ട, യദുകുട്ടൻ വന്ന് സമ്മതം ചോദിച്ചു. ശ്രദ്ധിച്ചു പോയിട്ട് വാ. ഒരു ഉമ്മയും കൂടി കൊടുത്ത് അവൾ പുറത്തേക്ക് നടന്നു. അമ്മേ, എന്താ ജാനി? നമ്മുടെ യദുവിന് അവളെ പെണ്ണ് ചോദിച്ചാലോ? എന്താ സംശയം ജാനി? ഇത്രയും നല്ലൊരു കൊച്ചിനെ നമുക്ക് വേറെ കിട്ടുമോ? എന്തായാലും കിച്ചുവിൻ്റെ ജാതകത്തിൻ്റെ കൂടെ ഇവരുടെയും നോക്കാം. അത് അമ്മേ, കുട്ടികളെ മനസ്സും അറിയണ്ടേ? കേട്ടുവന്ന ഉണ്ണി ചോദിച്ചു. അതൊക്കെ നിന്റെ മോൻ നോക്കിക്കൊള്ളു. പുറത്തേക്ക് ഇറങ്ങി വരുന്ന അമ്മുവിനെ യദു കണ്ണെടുക്കാതെ നോക്കി നിന്നു. താൻ കഴിഞ്ഞ ഓണത്തിന് കിച്ചുവിനെയും അമ്മുവിനെയും കൊണ്ടുപോയി എടുത്തുകൊടുത്ത ഓണക്കോടിയായിരുന്നു അത്. ആ ധാവണിയിൽ അവൾ അതീവ സുന്ദരിയായി യദുവിന് തോന്നി. കറുത്ത ചുവന്ന വീതിയുള്ള പട്ടുള്ള പാവടയും ബ്ലൗസും ചുവന്ന ഷോളും. ഇടതൂർന്ന ആ മിതമായ ചുരുണ്ട മുടികൾ അവൾ ബാക്കിലേക്ക് വിടർത്തിയിട്ട് ക്ലിപ്പിംഗ് ചെയ്തു വെച്ചിരിക്കുന്നു. മുഖത്ത് ചമയങ്ങളൊന്നുമില്ലാതെ ആ വലിയ കണ്ണിൽ അല്പം കൺമഷിയും നെറ്റിൽ ചെറിയൊരു പൊട്ടും മാത്രം. ചുവന്ന ചുണ്ടുകളിൽ ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യം പോലും ഇല്ല. ഒത്ത ഒരു സുന്ദരി. അമ്മു അടുത്തു വന്നപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ അവളിൽ നിന്നും മാറിയത്. എന്നാൽ ഇതൊന്നും നമ്മുടെ അമ്മു ശ്രദ്ധിച്ചതുമില്ല. പോവാം യദുവേട്ടാ. അമ്മു കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. അവൻ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരിയുമായി ഡ്രൈവർ സീറ്റിലേക്ക് കയറി ബെൽറ്റിട്ടു. ഒരു ചാൻസ് ഉണ്ടോ എന്ന ചിന്തയിൽ അവൻ അമ്മുവിൻ്റെ സൈഡിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ അമ്മു സീറ്റ് ബെൽറ്റിലെല്ലാം ഇട്ട് ഇരിക്കുകയാണ്. യദു നിരാശയോടെ മുഖം മാറ്റി ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധിച്ചു. ആ, ശങ്കരമാമ ടൗണിലെത്തി. ലെഫ്റ്റ് സൈഡിലെ ജ്വല്ലറി ആണോ? ആ, ഓക്കെ. യദു ഫോൺ കട്ട് ചെയ്തു. അമ്മു, ശങ്കരമാമയാണ്. എൻ്റെ കൊലുസ് വാങ്ങിയ കട പറഞ്ഞു തന്നതാണോ? അതെ, അവിടെ ചിലപ്പോൾ സെയിം മോഡൽ റെഡിമെയ്ഡ് ഉണ്ടാവും എന്ന്. പോയി നോക്കാം. യദു കാർ പോർച്ചിൽ നിർത്തി. യദു അമ്മുവിനെയും കൂട്ടി ജ്വല്ലറിയിലേക്ക് കയറി. സാർ, ഈ സെയിം മോഡൽ സ്റ്റോക്കില്ലല്ലോ. ചെറിയ വർക്കിൽ വ്യത്യാസമുള്ളത് ഒന്നുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യൂട്ടോ. സെയിൽസ്മാൻ ആ മോഡൽ അവർക്ക് കാണിച്ചു. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ കണ്ണികളിലുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മുവിന് ഒരു തൃപ്തിയും കിട്ടുന്നില്ല. അമ്മു ദയനീയമായി യദുവിനെ നോക്കി. അല്ല അമ്മു, നിനക്കെന്തിനാ ഒരേ മോഡൽ? വ്യത്യസ്ത മോഡലാണെങ്കിൽ മാറ്റി മാറ്റി ഉപയോഗിച്ചുകൂടെ? യദുവേട്ടാ, ഇത് എനിക്ക് വേണ്ടി മേടിക്കുന്നതല്ല. പിന്നെ കിച്ചുവിനാ? കിച്ചുവിനോ? അതേ ഏട്ടാ, കിച്ചുവിൻ്റെ പിറന്നാളല്ലേ വരുന്നത്. അവൾക്ക് സർപ്രൈസ് കൊടുക്കുവാനാണ്, വെറുതെയല്ല. ടൗണിൽ എന്നെ കൂട്ടിപ്പിടിച്ചത്. ഏതു നേരവും ഡോറയും പൂജിയും പോലെ നടന്നവൾ ഒറ്റയ്ക്ക് വന്നത്. വേണ്ട കേട്ടോ യദുവേട്ടാ, ഞങ്ങളെ കളിയാക്കേണ്ട. അമ്മു ചുണ്ടുകൂർപ്പിച്ച് മുഖം തിരിച്ചു. എൻ്റെ അമ്മു, പിണങ്ങല്ലേ, ഞാനൊരു ശൈലി പറഞ്ഞതല്ലേ. ഇതിൻ്റെ സെയിം കിട്ടാൻ ഇപ്പോൾ എന്തു ചെയ്യും? യദു സെയിൽസ്മാനോടായി ചോദിച്ചു. ഒരു 2 മണിക്കൂർ കൊണ്ട് ഈ മോഡൽ നിങ്ങൾ പറഞ്ഞ മോഡൽ ചെയ്തു തരാം. ശരി, എന്നാൽ ഞങ്ങൾ 2 മണിക്കൂർ കഴിഞ്ഞ് വരാം. യദു അതും പറഞ്ഞ് അവർക്ക് വേണ്ട മോഡൽ കാണിച്ചു കൊടുത്തു. കടയിൽ നിന്നും ഇറങ്ങി. യദുവേട്ടൻ 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വന്ന് വാങ്ങിക്കുമോ? നമ്മൾക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ പോയാൽ പോരെ? 2 മണിക്കൂർ വരെ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യുക യദുവേട്ടാ? വീട്ടിലും അന്വേഷിക്കില്ലേ വൈകിയാൽ? അമ്മുട്ടി അതൊന്നും ആലോചിച്ച് ഈ കുഞ്ഞ് തല പുകക്കണ്ട. എല്ലാം ഞാൻ സെറ്റാക്കിക്കൊള്ളാം. യദുവിൻ്റെ ഈ സംസാരത്തിൽ അമ്മു കിളി പോയി നിൽക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇത്രയും കാലത്തിനിടയ്ക്ക് യദുവിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. അതെ അമ്മുട്ടി, നമുക്കാദ്യം ഒരു നല്ല ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചോ. ബീച്ചിലും കറങ്ങി വരുമ്പോഴേക്കും കൊലുസ് റെഡിയായിട്ടുണ്ടാകും. അവൻ അവളെയും കൊണ്ട് വലിയൊരു ഹോട്ടലിൽ തന്നെ കയറി. അമ്മുവിന് ചിക്കൻ ബിരിയാണിയാണ് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമെന്ന് യദുവിന് നല്ല പോലെ അറിയാം. അതുകൊണ്ട് തന്നെ അമ്മുവിനോട് ചോദിക്കാതെ തന്നെ അവൻ 2 ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബിരിയാണിക്ക് മുന്നിലെത്തിയപ്പോൾ തന്നെ അമ്മുവിൻ്റെ വായിൽ വെള്ളം നിറഞ്ഞു. പിന്നെ ഒരു കഴിപ്പായിരുന്നു. യദു അടുത്തുണ്ടെന്ന് ശ്രദ്ധ പോലുമില്ല. വയർ പൊട്ടാറായപ്പോഴാണ് കക്ഷി തല ഉയർത്തിയത്. യദു പുരികം ഉയർത്തി എന്താ എന്ന രീതിയിൽ അമ്മുവിനെ നോക്കി. അത് പിന്നെ യദുവേട്ടാ. അവൾ അല്പം ചമ്മലോടെ അവനെ വിളിച്ചു. എന്തേ? വയറ് നിറഞ്ഞു, ഇനി ഒരു വറ്റു പോലും ഇറങ്ങില്ല. അവൻ അവളുടെ പ്ലേറ്റിലേക്ക് നോക്കി. 3/4 ഭാഗം കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം വേസ്റ്റ് ആകുമോ എന്ന വിഷമമാണ് മുഖത്തുനിന്ന് അവന് മനസ്സിലായി. മതിയെങ്കിൽ അമ്മു എഴുന്നേറ്റോളൂ. പറയേണ്ട താമസം. അവൾ സ്ഥലം കാലിയാക്കി. അവൾ പോയതോ യദു അവളുടെ പ്ലേറ്റിലുള്ളതും കഴിച്ച് എഴുന്നേറ്റു. അമ്മു, ബീച്ച് ഇവിടെ അടുത്താണ്. ഇനി 1 മണിക്കൂർ കൂടിയില്ലേ? പോയാലോ? യദു അമ്മുവിനെ നോക്കി ചോദിച്ചു. അവൾ സമ്മതം പോലെ തലയാട്ടി. തറവാട്ടിലേക്ക് വിളിച്ചോ യദുവേട്ടാ? അവൾ ബീച്ചിൽ എത്തിയതും അമ്മു യദുവിനോടായി തിരക്കി. അതേ അമ്മു,
ഞാൻ ശങ്കരമാമയോടും മുത്തശ്ശിയോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കിച്ചു എന്നെ അന്വേഷിച്ചോ എന്തോ? അമ്മു സ്വയം പറയുകയാണ്. എന്തേ അമ്മു, കിച്ചുവിനോട് പറഞ്ഞില്ലേ ടൗണിൽ വരുന്ന വിവരം? ഈ യദുവേട്ടനൊന്നും അറിയില്ല. കിച്ചുവിന് സർപ്രൈസ് കൊടുക്കാനല്ലേ ഞാൻ വന്നത്. പിന്നെ എങ്ങനെ അവളെ അറിയിക്കും? അവൾ കൊച്ചു കുഞ്ഞിനെ പോലെ ചിണുങ്ങി. യദു ശരിക്കും അവളോട് കൂടെയുള്ള ഈ യാത്ര എൻജോയ് ചെയ്യുകയായിരുന്നു. തിര നോക്കി രണ്ടുപേരും തണലുള്ള ഒരു സൈഡിൽ ഇരിക്കുകയാണ്. മൗനം ഭേദിച്ച് അമ്മുവാണ് സംസാരത്തിന് തുടക്കം ഇട്ടത്. എന്തേ അമ്മു? തിരയിലോട്ട് ഉള്ള നോട്ടം മാറ്റാതെ യദു വിളി കേട്ടു. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ അമ്മൂട്ടി? മുഖവരിയുടെ ആവശ്യം? ചോദിക്ക്. അവൻ ആകാംക്ഷയായി.